എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശിയും ദേവയാനിയും കൂടി സീരിയസ് ആയിട്ട് അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തുനിന്ന് ഒരു കുട്ടി ഈ വീട്ടിൽ വന്ന് ജീവിക്കുന്നേക്കാൾ നല്ലത് അവന്തിക തന്നെയാണ് എന്നാണ് രണ്ടുപേരുടെയും അഭിപ്രായം. അന്നേരമാണ് അഭിയും നവ്യയും അതിലൂടെ വരുന്നത്. അവരെയും വിളിച്ച് കാര്യം പറയാം എന്ന് പറഞ്ഞാൽ അവരോടും പറയുവാണ്. ഡയറക്റ്റ് ആരാന്നൊന്നും പറയുന്നില്ല, ഇങ്ങനെ പറയുവാണ്, നിൻ്റെ പെങ്ങൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നു, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ആ വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അന്നേരം ഇത് കേൾക്കുന്ന നവ്യ ചോദിക്കും, ആരാ ചെറുക്കൻ എന്ന്. അന്നേരം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല ആ ചെറുക്കനെ എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ആ വിവാഹമായിട്ട് മുന്നോട്ട് പോകുവാണ് എന്ന് പറയുമ്പം അഭി ചോദിക്കും, ഈ കാര്യം അവന്തികയോട് പറഞ്ഞോ എന്ന്. അന്നേരം അവളാണ് ഇങ്ങനെയൊരു ഇഷ്ടം ഞങ്ങളോട് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങളത് നടത്താൻ തീരുമാനിച്ചു എന്ന് പറയുമ്പം അഭി പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നടത്തണം, അവളുടെ ഇഷ്ടത്തിനാണല്ലോ പ്രാധാന്യം എന്ന് പറയുമ്പം നവ്യ ചോദിക്കും, എങ്കിലും ചെറുക്കൻ ആരാണ് എന്ന് അറിയണ്ടേ അഭി എന്ന്. അന്നേരം അഭി പറയും, അറിയണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആരാണ് ചെറുക്കൻ എന്ന് ചോദിക്കുന്നു. അന്നേരം അവർ പറയുന്നുണ്ട്, ചെറുക്കൻ ആരാണ് എന്നൊക്കെ നിങ്ങൾ അവന്തികയോട് തന്നെ പോയി ചോദിച്ചോ, അവൾ ടെറസിൽ നിൽപ്പുണ്ട് എന്ന് പറയുവാണ്, ബാൽക്കണി നിൽപ്പുണ്ട് എന്ന് പറയുവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിയുമ്പം ദേവേനി പറയുന്നുണ്ട്, നവ്യ ഏതായാലും ഇതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല, കാരണം നന്ദു ഇങ്ങോട്ട് വരുന്നത് അവൾക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നം കാണിയില്ല, ഇനിയിപ്പോൾ അവൾ എതിർത്താലും നമുക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു. ഏതായാലും നവ്യയും അഭിയും കൂടി അവന്തികയുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് വിവാഹത്തെപ്പറ്റി ചോദിക്കുമ്പം അവന്തിക പറയുന്നുണ്ട്, എനിക്ക് ഒരു ചെറുക്കനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, വേറെ ആരുമല്ല, എൻ്റെ മുറച്ചെറുക്കൻ അനു തന്നെയാണ് എന്ന് പറയും. അന്തേക്കും നവ്യ ഇങ്ങനെ ഞെട്ടുവാണേ, നവ്യയ്ക്ക് അത്ര ഒരു ഇഷ്ടമല്ല ആ ഒരു ബന്ധം. അന്നേരം അഭി പറയുന്നുണ്ട്, അതേതായാലും നന്നായി, നിനക്കിഷ്ടപ്പെട്ട ആളെ തന്നെ ഈ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ച് തരാൻ തീരുമാനിച്ചല്ലോ, അവരെല്ലാവരും കൂടി ഈ വിവാഹം കഴിപ്പിച്ചു തരും, ഉറപ്പായിട്ടും നീ ആ മണ്ഡപത്തിലോട്ടൊന്ന് കയറി ഇരുന്നാൽ മതി, അനി നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്ന് പറയുവാണ്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, ഞാൻ ഈ ആഗ്രഹം അനിയേട്ടനോട് പറഞ്ഞു, പക്ഷേ അനിയേട്ടന് എന്തോ താല്പര്യക്കുറവുണ്ട്, ഇപ്പോഴും അനിയേട്ടൻ്റെ മനസ്സിൽ ഏട്ടത്തിയുടെ അനിയത്തി നന്ദു ആണെന്നാ തോന്നുന്നത് എന്നിങ്ങനെ പറയുവാണേ. അന്നേരം അവൾക്ക് അങ്ങനെ ബന്ധമൊന്നും ഇല്ലെന്നാണല്ലോ ഇപ്പോൾ പറയാറുള്ളത് എന്ന് നവ്യ പറയും. അന്നേരം അങ്ങനെയൊന്നും അല്ല ശരിക്കുള്ള കാര്യമെന്ന് അവന്തിക പറയുമ്പം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, എങ്കിൽ ഈ വിവാഹം ഒരിക്കലും നടക്കുകയില്ലടി, അനിയെ നന്ദു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹം നടത്താനേ ഞാൻ ഒപ്പം നിൽക്കുള്ളൂ എന്ന് നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുക. അന്നേരം ഏട്ടത്തി എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഒന്നും ആലോചിച്ചില്ല, ഏതായാലും നിങ്ങളുടെ വിവാഹം നടക്കട്ടെ, നന്ദു ഈ വീട്ടിലോട്ട് കയറി വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും മേല, അവൾ അങ്ങനെ കടന്നു വരാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോൾ അഭി പറയുന്നുണ്ട്, അവൾക്ക് നന്ദുവിനെ കൊല്ലാനുള്ള കലിയുണ്ട്, അതുകൊണ്ട് അവൾ ഏതായാലും ഇതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല, ഈ വിവാഹം ഉറപ്പായിട്ടും നടക്കും എന്നിങ്ങനെ പറയുക. അന്നേരവും അവന്തിക നന്ദുവിൻ്റെ കാര്യം പറയുമ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെ നന്ദു ഇതിനിടയ്ക്ക് ഒരു തടസ്സമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവളെ തീർത്ത് കളയും ഞങ്ങളെന്ന. ഈ സമയം ആദർശം നയനയും കൂടി അനിയെ വീട്ടിലോട്ട് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കാര്യം പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞതാണ്, പിന്നെ എന്തിനാ അവൾ ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം ആദർശം പറയുവാണ്, നീ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീയും അനാമികയും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ നീ ഒരു രണ്ടാം കെട്ടുകാരനാണ്, ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പം നിനക്ക് ഏറ്റവും നല്ലൊരു ബന്ധമാണ് അവന്തികയുടെ, അതുകൊണ്ട് ഈ വിവാഹം നടത്തുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പം അനി പറയും, എനിക്ക് താല്പര്യമില്ല, ഇതിനു മുമ്പ് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹം നടത്തി തന്നു, അതിൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുക, അതിനെല്ലാം കാരണം നീയല്ലേ അനാമികയെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും പരിചയപ്പെടുത്തിയത് എന്ന്. ഇത് കേൾക്കുന്നത് എനിക്ക് ദേഷ്യമാണ്. അന്നേരം അനി പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ അവന്തികയെ വിവാഹം കഴിക്കുകയില്ല, എനിക്ക് അവളെ ആ രീതിയിൽ കാണാൻ സാധിക്കത്തില്ല, എൻ്റെ ഒരു അനിയത്തിയായിട്ട് മാത്രമേ എനിക്ക് അവളെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം അനി ചോദിക്കും, ശരിക്കും അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണോ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. അന്നേരം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെയും നയന പറയുവാണ്, എൻ്റെ 3-ാം മാസത്തെ ചടങ്ങിന് നിങ്ങളെ ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എന്ന്. അന്നേരം അനി പറയും, നിങ്ങളുടെ എല്ലാ അനിയത്തിയാണ് നന്ദു, അവളെ കാണുമ്പോൾ ഒന്ന് മുഖത്തേക്കൊന്ന് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അങ്ങനെ സംസാരിച്ചു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ രീതികൾ അങ്ങനെയല്ല എന്ന് പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, നന്ദുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവന്തിക്ക് എൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, എനിക്ക് ആ ബന്ധത്തിൽ യാതൊരു താല്പര്യവുമില്ല, അത് നടക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നേ. അധികം ഭയങ്കര വിഷമം എനിക്ക്, ആദർശേട്ടാ അനി ഇങ്ങനെ പറഞ്ഞില്ല, ഇനി എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. അന്നേരം ആദർശ് പറയുന്നു, അവൻ്റെ എതിർപ്പൊക്കെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാറിക്കോളും, മുത്തശ്ശൻ അത് മാറ്റിക്കോളും, ഈ ബന്ധം എങ്ങനെയാണെങ്കിലും നടക്കണം, അവന്തികയുടെ ആഗ്രഹം നടക്കണം എന്ന് ആദർശം പറയുന്നു. സ്വന്തം അനിയൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒന്നും അവരപ്പോഴും പരിഗണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് അജയനും ദേവയാനിയും കൂടി ഈ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അനിക്ക് ചേരുന്ന ഏറ്റവും നല്ല
പെൺകുട്ടിയാണ് അവന്തിക എന്നവർ പറയുക. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അനി വരുന്നു. അനിയെ വിളിച്ച് ഈ കാര്യം സംസാരിക്കുന്നു. അനി അന്നേരം പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന്. അന്നേരം കറക്റ്റ് അങ്ങോട്ട് അവന്തികയും വരും. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, നിന്നോട് ഈ വിഷയം പറഞ്ഞപ്പോഴേ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ്, പിന്നെ എന്തിനാ നീ ഇത് ഇവിടെ വന്ന് എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതിൻ്റെ കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേഷ്യപ്പെട്ടാണ് ചോദിക്കുന്നത്. അജയൻ ചോദിക്കുവാണ്, നീ എന്തിനാ മോളോട് ദേഷ്യപ്പെടുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ഒരു ബന്ധം എങ്ങനെ നോക്കിയാലും നിനക്ക് ഏറ്റവും നല്ലതാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ അനി പറയുന്നുണ്ട്, നടക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരബദ്ധം സംഭവിച്ചതാണ്, വിവാഹം മനസ്സിന് ഇണങ്ങുന്ന ആളുമായിട്ടാണ് നടത്തേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇനി സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അനി അവിടുന്ന് പോകുന്നു. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണ് അവന്തിക. അവന്തികയോട് ദേവേനി പറയുന്നുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട, ഈ വിവാഹം ഞങ്ങൾ നടത്തി തന്നിരിക്കുമെന്ന്. ഭയങ്കര സന്തോഷമാകും അവന്തികയ്ക്ക്. അതിൻ്റെ കൂടെ അജയൻ പറയുന്നു, മോൾ അവൻ്റെ റൂമിലോട്ട് ചെല്ലുക, എന്നിട്ട് അവനോടൊന്ന് സംസാരിക്കുക, ഇതിനൊരു തീരുമാനമാക്കാമല്ലോ എന്ന്. അങ്ങനെ അവന്തിക അനിയുടെ റൂമിലോട്ട് ചെല്ലുന്നു. അന്നേരം അനി ദേഷ്യപ്പെടുക, നീ എന്തിനാ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നത്, എൻ്റെ മനസ്സിൽ നീ എന്നെ അങ്ങനെ കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, എനിക്കൊരു അനിയത്തിയായിട്ട് മാത്രമേ നിന്നെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. അതൊക്കെ അവന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ നന്ദു അല്ലേ അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും, എൻ്റെ കൂടെ ഒന്ന് പുറത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയേട്ടന് സമയമില്ല, എന്നിട്ട് അവളുടെ കൂടെ കറങ്ങി നടക്കുമല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുവാണ് അവന്തിക. ഒരു വിവാഹം കഴിച്ച് വന്ന അനാമികയും ഈ സെയിം ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിലും അങ്ങോട്ടേക്ക് ജാനകി വരുന്നു. പണ്ടത്തെ സെയിം കാര്യം, ജാനകി അവന്തികയുടെ കൂടെ നിന്നിട്ട് ദേഷ്യപ്പെടുവാണ് അനിയോട്, നിനക്ക് ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ എന്താ, ഇത്രയും നല്ല പെൺകുട്ടിയെ വേറെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അനി പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ മനസ്സിൽ നന്ദു ഇല്ല, ഇനി നന്ദുവിൻ്റെ കാര്യം പറഞ്ഞാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിൽ എന്നോട് ബഹളം വെക്കേണ്ട കാര്യമില്ല, ഇവളെ എനിക്ക് അനിയത്തിയായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുറേ ബഹളം വെച്ച് കഴിയുമ്പം ജാനകി പറയുന്നുണ്ട്, ഇപ്പോൾ ഏതായാലും നീ നിൻ്റെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ല്, മുത്തശ്ശൻ വിളിക്കുന്നുണ്ട് എന്ന്. അന്നേരം ഈ കാര്യം പറയാനാണോ എന്ന് ചോദിക്കുമ്പോൾ നീ അങ്ങോട്ട് ചെല്ല്, അന്നേരം അറിയാലോ എന്ന് പറയുന്നു. അനി അങ്ങോട്ട് പോയി കഴിയുമ്പം ജാനകി പറയുന്നുണ്ട്, ഏതായാലും ആ നന്ദുവിനെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഈ വിവാഹം നടന്നിരിക്കും, അത് നടക്കുന്നത് വരെ നിന്നെ അനിയത്തിയെ പോലെ കാണുന്നേ, പെങ്ങളെ പോലെ കാണുന്നതെന്നൊക്കെ അവൻ പറയും, അത് നീ കാര്യമാക്കണ്ട എന്ന് ജാനകിയും അവന്തികയോട് പറയുന്നു. അങ്ങനെ അനി മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. അന്നേരം മുത്തശ്ശൻ ഈ സെയിം കാര്യം എടുത്തിടുകയാണ്. അന്നേരം അനി അവിടെയും പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മുത്തശ്ശ, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്, ഇപ്പം തന്നെ ബിസിനസ്സിൻ്റെ ഒരുപാട് ടെൻഷൻ എൻ്റെ തലയിലുണ്ട്, അതിൻ്റെ കൂടെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശൻ അവരെല്ലാം പറഞ്ഞതുപോലെ പറയുന്നു, അവന്തിയുമായിട്ടുള്ള വിവാഹം ഒരു നല്ല കാര്യമല്ലേ, അവളൊരു നല്ല പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറയുമ്പോഴും അനി പറയുന്നുണ്ട്, നിങ്ങളിതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, അവൾ ഇവിടുത്തെ അപ്പച്ചിയുടെ മകളാണ്, അഭിയുടെ പെങ്ങളാണ്, അവൾക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന സ്വഭാവത്തെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, അഹങ്കാരത്തിൻ്റെ കൂടായിരുന്നു അവൾ തിരിച്ചു വന്നപ്പോൾ അവൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ സാധിക്കത്തില്ല, ഒരിക്കലും അത് നടക്കത്തുമില്ല എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശനും കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അനി തീർത്ത് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന്. പിന്നെ ഇപ്പം തന്നെ ഡിവോഴ്സ് കിട്ടിയിട്ടില്ല, അതിനിടയ്ക്ക് നിങ്ങൾ വേറെ ഇങ്ങനെ ഒരു നിശ്ചയമായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ നിശ്ചയം വരെ എത്തിച്ചു, മറ്റേത് ഡിവോഴ്സ് കിട്ടുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് വേറെ ആരും അറിയാതെ വീട്ടിലുള്ളവർ മാത്രം കാണുകയും ഒരു നിശ്ചയം വരെ നടത്തി വെക്കാമെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പക്ഷേ പറ്റില്ല, എന്നെക്കൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അനി അവിടുന്ന് ഇറങ്ങി പോരുന്നത്. പോന്നു കഴിയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുവാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവൻ്റെ മനസ്സിൽ നന്ദു ആണെന്നാണ് തോന്നുന്നത്, ആദ്യം സ്നേഹിച്ച പെണ്ണിനെ ആർക്കും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ആദ്യം അങ്ങ് എതിർക്കും, വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളുന്ന. ആദ്യത്തെ അങ്ങനെ ശരിയാക്കിയതാണ് ഇപ്പം രണ്ടായിട്ടിരിക്കുന്നത്. പിന്നീട് അനി നന്ദുവിനോട് ഈ കാര്യങ്ങളെല്ലാം പോയി പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, നീ ഇങ്ങനെ ആടി നിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്, ഇതിനു മുമ്പും നീ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തായിരുന്നു എങ്കിൽ അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു, ഇപ്പോഴാണെങ്കിലും നമുക്ക് ഇവരെല്ലാം ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ച് ജീവിക്കാം, അന്നേരം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും എന്നൊക്കെ പറയും. അന്നേരം നന്ദു പറയും, അതൊന്നും നടക്കത്തില്ല, പിന്നെ നിൻ്റെ മുത്തശ്ശനെയും ആദർശേട്ടനെയും ഒക്കെ വിട്ടിട്ട് വേറൊരു നാട്ടിൽ പോയി ജീവിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അത് എന്നേക്കുമായിട്ടല്ലല്ലോ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ നമുക്ക് തിരിച്ചു വരാം, അങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ നോക്കാം എന്നൊക്കെ അനി പറയുന്നുണ്ട്. പക്ഷേ നന്ദു അങ്ങനെ ഒരു വിവാഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് നവീൻ വിളിക്കുന്നത്. ഇനിയിപ്പോൾ അവൻ എന്തിനാ പോലും വിളിക്കുന്നത് എന്നിങ്ങനെ ഒരു ഇഷ്ടക്കേടോടെ അനി പറയുമ്പം, നിനക്കെന്താ നവീനേട്ടനോട് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ന് നന്ദു ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, ഇഷ്ടക്കേടല്ല, ഇനിയിപ്പോൾ അവൻ വിളിച്ചിട്ട് ഇനി എന്താ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്, ഏതായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുവാണ്. അന്നേരവും അനി തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, പല സൈഡിൽ നിന്നും പല പ്രഷറും ഉണ്ടാകും, നിൻ്റെ മനസ്സ് മാറ്റാനും ഒക്കെ ആൾക്കാർ ശ്രമിക്കും, പക്ഷേ ഇതിൻ്റെ
ഇതിൻ്റെ എല്ലാം അവസാനം നമ്മൾ ഒന്നിക്കണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അതിനപ്പുറത്തേക്കൊന്നും ചിന്തിച്ചേക്കരുതെന്ന് പറഞ്ഞിട്ടാട്ടോ അനി പോകുന്നത്. ഏതായാലും നവീനെ പോയി കാണുന്നു. അന്നേരം നവീൻ ആദ്യം ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, എനിക്ക് ആ ഡീൽ കിട്ടിയിട്ട് 3-4 ദിവസമായി, അതിൻ്റെ പേരിൽ ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തത് നീയാണ് കഴിച്ചത്, എന്നിട്ട് ഇപ്പോഴാണോ എന്നോട് കൺഗ്രാജുലേഷൻ പറയുന്നത് എന്ന് ചോദിക്കുക. ആ കാര്യത്തിനാണെന്നാണ് അനി വിചാരിച്ചത്. അന്നേരം നവീൻ പറയും, ഞാൻ ആ കാര്യത്തിനല്ല നിനക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞത്, നീ ഒരു പുതിയ കുടുംബജീവിതം തുടങ്ങാൻ പോവാണ് എന്ന് നിൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനോട് വിളിച്ചു പറഞ്ഞു. അവരൊരു വിവാഹ നിശ്ചയം നടത്താൻ വരെ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. അവന്തികമായിട്ട് അവളൊരു നല്ല പെൺകുട്ടിയാണ്, നിനക്ക് നന്നായിട്ട് ചേരും. ഏതായാലും അവളെ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം നീ സ്റ്റാർട്ട് ചെയ്യേ, അനാമികമായിട്ടുള്ള വിവാഹ മോചനം എത്രയും പെട്ടെന്ന് ഞാൻ നടത്തി തരാമെന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, എനിക്കതിൽ താല്പര്യമില്ല എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത്. ആരൊക്കെ എന്തൊക്കെ രീതിയിൽ എന്നെ പ്രഷർ ചെലുത്തിയാലും ഞാൻ ആ വിവാഹത്തിന് സമ്മതിക്കത്തില്ല. പിന്നെ ഇതിനു മുമ്പ് കണ്ടപ്പോൾ നീ എന്നോട് പറഞ്ഞത് അനാമികമായിട്ടുള്ള വിവാഹ മോചനം നീണ്ടുപോകുമെന്നാണ്. ഇന്ന് കണ്ടപ്പോൾ നീ ആദ്യമേ പറഞ്ഞു അവളുമായിട്ടുള്ള വിവാഹമോചനം പെട്ടെന്ന് നടത്തി തരാമെന്ന്. നിനക്കിതുപോലെ ഇരട്ടത്താപ്പുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് അനി പറയുമ്പം, എടാ അതുകൊണ്ടല്ല, ഞാൻ ശ്രമിച്ചു നോക്കാം പെട്ടെന്ന് വിവാഹമോചനം നടത്തി കിട്ടാൻ വേണ്ടി. നിനക്കൊരു വിവാഹം വേണ്ടേ, അവന്തികമായിട്ട് നല്ലൊരു ബന്ധം വേണ്ടേ, അവളൊരു നല്ല പെൺകുട്ടിയാടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് ബൂസ്റ്റ് ചെയ്യുവാണ്. അന്നേരം അനി ചോദിക്കും, അത്ര നല്ല പെൺകുട്ടിയാണെങ്കിൽ നിനക്ക് വിവാഹം കഴിക്കാൻ മേലായിരുന്നോ, നീ എന്താ വിവാഹം കഴിക്കാണ്ടിരുന്നേ, എന്നിട്ട് നീ എന്നെ ഉപദേശിക്കുവാണോ എന്ന് ചോദിക്കുമ്പം വീണ്ടും നവീൻ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്നൊന്നുമില്ല, പിന്നെ നമുക്ക് കിട്ടുന്നത് വെച്ച് നമ്മളങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്കുക വേണ്ടതെന്ന്. അന്നേരം അനി പറയും, അത് നീ ചെയ്താൽ മതി, നിൻ്റെ അമ്മ നാട്ടിലുള്ള പെൺകുട്ടികളെ മൊത്തം നിന്നെ കാണിച്ചു തരുന്നതല്ലേ, അതിലേതെങ്കിലും നീ അങ്ങ് വിവാഹം കഴിക്കുക, അല്ലാതെ ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തിരി ദേഷ്യത്തിലാണ് നവീൻ്റെ അടുത്ത് നിന്ന് അനി പോകുന്നത്. ഇതിനിടയ്ക്ക് ആദർശനെ കാണിക്കുന്നുണ്ട്. ആദർശനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് സേവ്യർ. അത് കണ്ടിട്ടും ആദർശന് ആളെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഓർമ്മയല്ലാതെ ആരാണ് എന്ന് മനസ്സിലാകുന്നില്ല. അന്നേരം ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നയന ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, ആരാണ് എന്ന് കണ്ടുപിടിക്കണം, ഏതായാലും ഡേവിഡ് അല്ല അബിയുടെ ഗോഡ് ഫാദർ, ഇയാളാണ്, അതിലേക്ക് ഇനി എങ്ങനെയെങ്കിലും എത്തണം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അനി നന്ദുവിൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് നന്ദുവിനോട് പറയുവാണ്, നമുക്ക് ഞായറാഴ്ച എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രിപ്പിന് പോകാം, ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എൻ്റെ സമനില തെറ്റും, അതുകൊണ്ട് നീ കൂടെ വരണം എന്ന് പറയും. നന്ദു ആദ്യം എതിർക്കുന്നുണ്ട്, പിന്നെ അനിയുടെ ഈ വിഷമമൊക്കെ കാണുമ്പം പറയും, ഞാൻ വരാം, പക്ഷേ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാൻ റിസ്ക് എടുത്ത് പുറത്ത് വരുമ്പം നീ വരാതിരിക്കരുത്, അത് പിന്നെ പ്രശ്നമാകുമെന്ന് പറയും. അന്നേരം ഇല്ല, എനിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ വന്നേക്കും എന്നാണ് അനി നന്ദുവിനോട് പറയുന്നത്. ഇവർ ഈ സംസാരിക്കുന്ന വേറൊരാൾ കേൾക്കുന്നുണ്ട്. ഈ അനിയും നന്ദുവും എവിടെ പോയാലും പുറകെ ആളുമുണ്ട്, ഇവരുടെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയും ദേവയാനിയും നയനയും കൂടെ ഒരുമിച്ചിരുന്നുള്ള ചർച്ചയാണ്. അതിൻ്റെ അകത്ത് അവന്തികയെ പുകഴ്ത്തി എല്ലാവരും സംസാരിച്ച് കഴിയുമ്പം നയന പറയുന്നുണ്ട്, അവന്തികയായിട്ടുള്ള വിവാഹം നടക്കണം, അതെങ്ങനെയെങ്കിലും നമുക്ക് നടത്തിയെടുക്കണം, അവന്തികയുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന്. പിന്നെ നയന പറഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരിയിൽ മറുത്തൊരു വാക്കില്ലാത്തതുകൊണ്ട് അവർ ഈ വിവാഹം നടത്തുമായിരിക്കും. പിന്നെയും കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക ആകെ വിഷമിച്ച് നിൽക്കുക. അന്നേരം അഭി അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം, അതിനുള്ളതൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോഴും അവന്തിക പറയുന്നത് നന്ദുവിൻ്റെ കാര്യമാണ്. നന്ദു ഇതിനിടയ്ക്ക് ഒരു പാരയാകുമോ എന്ന് അവൾക്കൊരു സംശയം. അന്നേരം അഭി പറയുന്നുണ്ട്, അവൾ അങ്ങനെ ഒരു പാരയായിട്ടുണ്ടെങ്കിൽ അവളെ തീർക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും, അത് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചതാണ്. അത് അനിയെ അവൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് മാത്രമല്ല, എന്നെ അവൾ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ കൂട്ടി അവളെ തീർക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. ഇത്രയായിരുന്നു ഇന്നത്തെ കഥ.